ഞാൻ ആദ്യം പറഞ്ഞില്ല, പെരുന്തച്ഛൻ കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഗുണങ്ങൾ, 2 ഗുണങ്ങൾ സർഗത്തിലും ദളപതിയിലും ചെയ്തതാണ്. ദളപതിയിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പെരുന്തച്ഛൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. മദ്രാസിൽ എഡിറ്റിംഗ്. അപ്പം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സന്തോഷ് ശിവൻ എന്നെ മദ്രാസിൽ നിന്ന് വിളിക്കുന്ന ആ സമയത്ത് 1991 സന്തോഷ് ശിവൻ വിളിച്ച്, മനോജ് എവിടെ ഉണ്ട്? ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ മണിരത്നത്തിൻ്റെ പുതിയ സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ? അതൊക്കെ കഥ പറയാമെന്ന് വെച്ചിട്ട് ഈ കഥയും പറഞ്ഞു. അതായത് വേറൊന്നുമല്ല, AVM സ്റ്റുഡിയോയിൽ സന്തോഷ് ശിവനെ ആദ്യമായിട്ടാണ് മണിരത്നത്തിനോട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സന്തോഷിൻ്റെ ഒരു പ്രത്യേക ടോണിലുള്ള പടമാണ് ഈ പെരുന്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, മണിസാറ് ഈ AVMൽ ഈ പടത്തിലെ കുറച്ച് റീൽസ് കാണാൻ അവിടെ വന്നതാണ്. ചെറിയൊരു പ്രിവ്യൂ പോലെ ഇട്ടപ്പോൾ ഈ 2-3 റീലിൽ 2 റീലിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ ഈ പ്രത്യേക അപ്പിയറൻസ്, മൊട്ടയടുക്കി അടിച്ച് കുടുംബിയൊക്കെ വെച്ച്, ആ കാലത്തെ ഒരു പീരീഡ് സ്റ്റോറിയാണല്ലോ പെരുന്തച്ഛൻ. അപ്പം ഈ ക്യാരക്ടർ കണ്ടു അദ്ദേഹം. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പടം കഴിഞ്ഞ് പടം മുഴുവനല്ല എങ്കിലും കുറച്ച് ഈ റീൽ കണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ സന്തോഷിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു. സന്തോഷം, മറ്റേ ഇതിലൊരു മുട്ടയൊക്കെ അടിച്ചൊരാൾ തോന്നില്ല, പുള്ളി ആരാണ്? അപ്പോൾ പറഞ്ഞു, സന്തോഷം അത് ഇന്നപോലെ ഇപ്പം അപ്കമിങ് ആയിട്ടുള്ളൊരു ആക്ടറാണ്, മലയാളത്തിൽ ആണ്, ഇന്നയാളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണം, നമുക്ക് അതിനകത്ത് ദളപതിയിലൊരു റോളുണ്ട്, കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നോക്കണേ ഭാഗ്യം വന്ന വഴി. അങ്ങനെ പെരുന്തച്ഛൻ കൊണ്ടുള്ള മഹാഭാഗ്യങ്ങളൊന്നും അത് ഒരിക്കലും ഒരു നടനും ഇപ്പോഴത്തെ ഒരു നടന്മാർക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ റോൾ ചെയ്യാന്നിട്ട്. അപ്പം എൻ്റെ ഈ തുടക്ക കാലഘട്ടത്തിൽ അഭിനയമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വളരെ 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 കുറച്ച് പഠിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ദളപതി അഭിനയിക്കുന്നത്. ദളപതി കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്.